പരലോകത്ത് ദുആ സ്വീകരിക്കപ്പെടാത്തവർക്ക് കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഭൂമി ലോകത്ത് എന്റെ ഒരൊറ്റ ദുആയും സ്വീകരിക്കാതിരുന്നെങ്കിൽ പടച്ചവനെ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കൾ സ്വലാത്തിന്റെ വാർഷികമല്ലേ, ഓറക്ക സ്വലാത്തല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ എവിടെയൊക്കെ ഇരിക്കണം, നീ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒന്നും അറിഞ്ഞുകൂടാ, ആളുണ്ടായില്ലേ ഒരു വിവരവും ഇല്ല. എന്തായാലും ഞാൻ പറയാം, സ്വലാത്ത് ഉറക്ക ചെല്ലിക്കോളി. സ്വലാത്ത് വാർഷികമാവുമ്പോ എന്തായാലും സ്വലാത്തിന്റെ ആളുകളാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വലാത്തിൽ മാത്രം ലുബ്ധു വേണ്ട. സ്വലാത്തിൽ ആമീൻ വേണമെങ്കിൽ ആമീൻ പറഞ്ഞാൽ മതി. പക്ഷെ സ്വലാത്ത് അങ്ങനെയല്ല, സ്വലാത്ത് വേണം. സ്വലാത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സർവ്വതും നമ്മുടെ സ്വലാത്താണ്. അള്ളാഹു അതിന് നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സ്വലാത്ത് വാർഷികം എന്നൊക്കെ കേൾക്കുമ്പോ അല്ലെങ്കിൽ സ്വലാത്ത് എന്നൊക്കെ കാണുമ്പോ നമ്മുടെ ചുള്ളാളത്ത് സ്വലാത്തൊക്കെ തുടങ്ങിയ ബഹുമാനായ എന്റെയും സഈദ് മന്നി ഉസ്താദിന്റെ ഒക്കെ സഹപാഠി, ഞങ്ങൾ രണ്ടും ഒരു ബാച്ച. ഞാനും സഈദ് മന്നാനി ജാമിയ മന്നാനിയിൽ. ഞങ്ങൾക്ക് ഒരു വർഷം സീനിയറാണ് ബഹുമാനപ്പെട്ട മാമ മുഹമ്മദ് മന്നാനി. അദ്ദേഹം സ്വലാത്തിന്റെ ഒരു എന്താ പറയാ, അതിന് സ്വലാത്തിന്റെ ഒരു പ്രചാരകനായിരിക്കും. പിന്നെ അല്ലെങ്കിൽ തന്നെ വെള്ളിയാഴ്ച ദൂരങ്ങളിൽ ജോലി നോക്കുന്ന ഇമാമിയങ്ങളുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉള്ള ഇമാമിയങ്ങളുണ്ട്. പക്ഷേ ആ ഇടക്കോട് മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ആ വലിയ പള്ളി അത് നിറഞ്ഞ് കവിഞ്ഞിട്ട് ചരിത്രത്തിൽ ഇത്രത്തോളം ആളുകൾ ഒരുമിച്ച് കൂടിയ മയ്യത്ത് നമസ്കാരം വേറെയില്ല. ഞാൻ ഇപ്പോഴും സഈദ് മന്നാനിയുടെ ആ കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട നമ്മുടെ മാമ മുഹമ്മദ് മന്നാനി മരണപ്പെട്ടതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഒരു പുരുഷായുസ ചെയ്യേണ്ടത് മുഴുവനും 38 വർഷത്തിന്റെ ഇടയിൽ അദ്ദേഹം ബിരുദമെടുത്ത് 2007 ബിരുദമെടുത്ത് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ഓടി നടന്ന് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തു. അദ്ദേഹം ആലിമീങ്ങളോട്, പ്രത്യേകിച്ച് തങ്ങളുടെ ഉസ്താദുമാരോടൊക്കെ വല്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു. മാത്രമല്ല കൂട്ടുകാരായ ഞങ്ങൾക്കറിയാം, നല്ലൊരു മുഖ്ലിസായ, നല്ല സൽസ്വഭാവിയായ ഒരു മനുഷ്യനായിരുന്നു. പലപ്പോഴും കൂട്ടുകാരായ ഞങ്ങളും ഉസ്താദുമാരും ഒക്കെ ആ വിഷയം പറയുമായിരുന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു മനുഷ്യൻ. അങ്ങനെ ഒരു ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ അത്രയും നല്ലൊരു മനുഷ്യൻ വേറെയില്ല. അത്രയും നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രിയപ്പെട്ട സഹോദരൻ. അദ്ദേഹം കഠിനമായ രോഗത്തിന് വിധേയനായി. മാത്രമല്ല പറക്കമുറ്റാത്ത എന്ന് പറയുന്നത് വാക്കിന്റെ പൊലിമക്ക് വേണ്ടിയിട്ടല്ല. ആ അങ്ങനത്തെ 5 മക്കൾ, ആ 5 മക്കൾ, ഇളയ കുട്ടിക്ക് 2 വയസ്സോ 2.5 വയസ്സോ ആയി. അതിന് തൊട്ട് മുകളിൽ 1 വയസ്സ്, പിന്നെ 1 വയസ്സ് കൂടിയുള്ള മക്കള്. അങ്ങനെയുള്ള 5 മക്കളെ അനാഥമാക്കി പോകുമ്പോ അദ്ദേഹം രക്ഷപ്പെട്ടു. അള്ളാഹു അദ്ദേഹം അനുഭവിച്ച വേദനകൾക്ക് അല്ലാഹു തആല പകരം സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ 3 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഒന്ന് സഈദ് ഉസ്താദ് വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ല, സംസം വെള്ളം മാത്രം കുടിക്കുന്നു, എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ചു പോകുമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ എന്റെ വീട്ടിലിരുന്ന് സംസം വെള്ളവുമായി ഞാൻ കാണാൻ പോയി. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം സ്വലാത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രചരണം നടത്തിയ, സ്വലാത്തിന് വേണ്ടി പരിശ്രമിച്ചതിന് അല്ലാഹു കൊടുത്ത സമ്മാനം എന്തെന്നറിയോ? ആലിമീങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പണ്ഡിതൻ പോലും കരയാതിരുന്നിട്ടില്ല. ഒരു പണ്ഡിതൻ പോലും കരയാതിരുന്നിട്ടില്ല. ഇന്നലെ ആ പള്ളിയിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കായ പണ്ഡിതന്മാരിൽ ഒരാള് പോലും കരയാത്തവരില്ല. അങ്ങനെ ആ കരയാത്ത ഒരാളെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നലെ കരയാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തോ മാനസിക പ്രശ്നമുള്ളതായിട്ട് വിധി എഴുതിയിട്ട് എവിടെയെങ്കിലും കാണിക്കേണ്ടി വരും. കാരണം എല്ലാവരെയും കരയിപ്പിച്ചു ആ 5 മക്കൾ. അതാണ് ആ ഒരു നിലയിൽ നിൽക്കുമ്പോഴും എല്ലാവരുടെയും ദുആയും എല്ലാവരുടെയും സഹതാപവും എല്ലാവരുടെയും ആ ഒരു പ്രാർത്ഥനയും കിട്ടി. മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധമായ ബർസഖിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വെച്ചു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അല്ലാഹു അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യയ്ക്ക് അല്ലാഹു പകരം നൽകട്ടെ. നമുക്ക് ദുആരക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് സ്വലാത്തിന്റെ മജ്ലിസാണ്. അതുകൊണ്ട് സ്വലാത്ത് എനിക്ക് എപ്പോഴും
ഇങ്ങനെ സ്വലാത്ത് എന്ന് പറയേണ്ട കാര്യമില്ല, അതിനുള്ള സമയവുമില്ല. അതുകൊണ്ട് സ്വലാത്ത് ചെല്ലാതിരിക്കരുത്, സദസ്സിൽ ബറക്കത്ത് നഷ്ടപ്പെടും. പിന്നെ പറയുന്ന തന്നെ ഫലം ചെയ്യാതെ വരും, ചിലപ്പോൾ എന്റെ ശബ്ദം തന്നെ അടച്ചു പോകും. അതുകൊണ്ട് സ്വലാത്ത് ഒഴിവാക്കരുത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ സ്നേഹം നമ്മുടെ വായിലൂടെ, ചുണ്ടിലൂടെ, നാവിലൂടെ പുറത്തേക്ക് നിർഗളിക്കട്ടെ. അതിന്റെ വാർഷികമാണല്ലോ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ, നിങ്ങൾ ചോദിക്കും നബിയെ, നിങ്ങൾ ചോദിക്കും. അടുത്താണെങ്കിൽ ഞങ്ങൾക്ക് ഒരു നേരിട്ട് സംസാരിക്കാം, അങ്ങ് ദൂരെയാണെങ്കിൽ ഞങ്ങൾക്ക് നിലവിളിക്കാമല്ലോ. അള്ളാഹു പറഞ്ഞു, ചോദിക്കുന്നവരോട് പറയൂ നബിയെ, ഞാൻ അടുത്തുണ്ട്, ഖരീബ്, ഞാൻ അടുത്തുണ്ട് എന്ന് പറയൂ നബിയെ. എന്നിട്ട് പറഞ്ഞു, ഇത്രേ ചോദിച്ചോളൂ, അത്ര പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹ് പറഞ്ഞു എന്താണ്? അവരോട് പറയണം, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരം കൊടുക്കും. ഉത്തരം തേടേണ്ടത് എന്നോടാണ്. എന്നെ കൊണ്ട് വിശ്വസിക്കുകയും വേണം. അവര് സന്മാർഗത്തിലാകുമെന്ന് പറയൂ നബിയെ എന്ന് പറഞ്ഞ് അള്ളാഹു ഹബീബായ നബി തങ്ങൾക്ക് ഈ ഒരു ദിവ്യബോധനം നൽകിയെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിന്റെ കാതലായ ഭാഗത്തേക്ക് വരാം. ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുമാ മഹാനവറുകൾ പരിശുദ്ധമായ കഅബാലയത്തിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ മറഞ്ഞിരിക്കുമ്പോൾ മുശ്രിക്കുകളായ രണ്ടുപേര് വന്ന് പരസ്പരം സംസാരിക്കുന്നത് കേട്ടു. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഈ രണ്ട് മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ വന്നിട്ട് പരസ്പരം സംസാരിക്കുന്ന ഒരാളെ പറയുകയാണ്, നമ്മൾ സംസാരിച്ചാൽ മുഹമ്മദിന്റെ റബ്ബ് കേൾക്കുവോ? ഒരുത്തൻ ചോദിക്കാണ്, ഒരുത്തൻ മത്താഫിൽ വെച്ച് ചോദിക്കുന്നു, നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മുഹമ്മദിന്റെ റബ്ബ് കേൾക്കുവോ? അപ്പോ അടുത്തവൻ പറഞ്ഞു കൊടുക്കുകയാണ്, എടാ ഇദാ റഫഅനാ സമിഅനാ വ ഇദാ ഖഫൽനാ ലാ യസ്മഉനാ. ഉറക്കെ വിളിച്ചാ അവൻ കേൾക്കും, പതുക്കെ ആണെങ്കിൽ അവൻ കേൾക്കൂല. ഈ പമ്പര വിഡ്ഢികള് ബോധമില്ലല്ലോ. ബോധമില്ലാത്ത ഒരുത്തൻ അവൻ അടുത്തവനോട് ചോദിച്ചോടാ, മുഹമ്മദിന്റെ റബ്ബി നമ്മൾ വിളിച്ചാ കേൾക്കുവോ? അപ്പൊ അടുത്തവൻ പറഞ്ഞു കൊടുക്കാൻ, എന്താ പറഞ്ഞത്? ഉറക്കെയാണ് വിളിക്കുന്നതെങ്കിൽ കേൾക്കാം, പക്ഷെ പതുക്കെ വിളിച്ചാൽ മൂപ്പര് കേൾക്കാൻ സാധ്യത കുറവാ എന്ന് പറഞ്ഞപ്പോ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടം വിയർക്കുകയാ. ആ സമയത്ത് അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. സൂറത്തുൽ മുജാദലയിലെ 7-ാമത്തെ ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാ. ഖദ് സമിഅ അല്ലാഹു എന്ന് തുടങ്ങുന്ന അധ്യായത്തിന്റെ 7-ാമത്തെ സൂക്തമെടുത്ത് വീട്ടിൽ ചെന്നൊന്ന് നോക്ക്. അതിൽ അല്ലാഹു പറയുകയാണ്, മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹു വലാ ദിനാ മിൻ ദാലിക വലാ അക്തർ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, 2 പേര് 3 പേര് രഹസ്യം പറയുമ്പോ 4-മനായിട്ട് അല്ലാഹു വരുമടാ. 3 പേര് രഹസ്യം പറഞ്ഞാ 4-മനായിട്ട് അല്ലാഹു വരുമടാ. 4 പേരെങ്കിൽ 5-മതായി പടച്ചവൻ കാണുമടാ. എന്നിട്ട് അല്ലാഹു എണ്ണമങ്ങ് നിർത്തിയിട്ട് പറയുകയാണ്, വലാ ദിനാ മിൻ ദാലിക. ഇനി ഒരാളാണെങ്കിൽ 2-മതായിട്ട് അല്ലാഹു വരും, 2 ആണെങ്കിൽ 3-മനായിട്ട് അല്ലാഹു വരും. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലാ അക്തർ. 40 പേരുണ്ടെങ്കിൽ 41-മനായിട്ട് അല്ലാഹു അവിടെ വരുന്നതാണ്. ഇല്ലാഹു മഅഹും ഐനമാ കാനൂ. അവര് എവിടെ പോയിരുന്ന് സംസാരിച്ചാലും ആ സംസാരം കേൾക്കാ പടച്ചതമ്പുരാ. കാതുകൂടാതെ കേൾക്കുന്ന അല്ലാഹ്, കണ്ണുകൂടാതെ കാണുന്ന അല്ലാഹ്, പടച്ചതമ്പുരാന് ഒന്നും മറയ്ക്കാൻ കഴിയില്ല. മുസ്ലിം സഹോദരാ, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് സങ്കടമുണ്ടായാലും, ഏത് വിഷമമുണ്ടായാലും, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചോദിക്കുക. പടച്ചവനോട് അല്ലാഹു തരുന്നതാണ്, അല്ലാഹു തരുന്നതാണ്. ആ ഒരു വിഷയം തന്നെ നമുക്ക് പറയാ. സഹോദരങ്ങളെ, നമ്മളിന്ന് നീറുന്ന 100 പ്രശ്നങ്ങളുടെ നടുവില് എല്ലാ അർത്ഥത്തിലും നമ്മൾ വല്ലാത്ത ജീവിതത്തിന്റെ വല്ലാത്ത ഒരു ഹാലിലായിക്കൊണ്ടിരിക്കുകയാ. സാമ്പത്തികമായ പ്രതിസന്ധിയാണ്, ശാരീരികമായ ദുർബലതയാണ്, മാനസികമായ വിഭ്രാന്തിയിലാണ്. ഇതെല്ലാം നമ്മളെ വേട്ടയാടുമ്പോ സഹോദരങ്ങളെ വിളിക്കണം. നമ്മൾ ആരെയാ വിളിക്കേണ്ടത്?
ആരെയാ വിളിക്കേണ്ടത്? ഒരു സാലിഹായ മനുഷ്യൻ. ഒരു സംഭവം ഞാൻ പറയുകയാ. ഒരു സാലിഹായ മനുഷ്യന്, ആ മനുഷ്യനതാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സാലിഹായ മനുഷ്യന് അയാൾ തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാ. എങ്ങോട്ട് നോക്കിയാലും മരുഭൂമിയാ, മരുപ്പച്ച അടത്തട്ടാത്ത മരുഭൂമിയാണ്. ആ മരുഭൂമിയിലൂടെ മണലാരുണ്യത്തിലൂടെ ഇങ്ങനെ തന്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ ഒരു പാവപ്പെട്ടവനതാ വഴിയിൽ നിന്ന് കൈ കാണിക്കുകയാ. അന്ന് കുതിരപ്പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്, കഴുതയുടെ പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്, ഒട്ടകപ്പുറത്താണല്ലോ യാത്ര ചെയ്യുന്നത്. സഹോദരങ്ങളെ, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആ സന്ദർഭത്തിൽ വഴിയിൽ നിന്ന് ഒരാള് കൈ കാണിച്ചു, പാവപ്പെട്ടവനാ. അയാള് ചോദിക്കുന്നു, സഹോദരാ, എന്നെ കൂടെ ഒന്ന് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു തരുവോ? പാവമല്ലേ, പാവമല്ലേ, ഈ മനുഷ്യ സാലിഹല്ലേ? ഒരാളെ സഹായിച്ചാൽ അതിന് കിട്ടുന്ന കൂലി എത്രയാ? ഒരു പാവപ്പെട്ടവന്റെ ചുമടെടുത്തു കൊടുത്താൽ, ഒരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ അവന് കിട്ടുന്ന പ്രതിഫലം വിവരണാതീതമാണല്ലോ. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ, സഹോദരാ, കയറിക്കൊള്ളുക. അങ്ങനെ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന്റെ പിന്നിൽ ഇരിക്കാൻ തുടങ്ങി. കുറെ ദൂരം യാത്ര ചെയ്യുമ്പോ ഒരു സഹായി അവിടെ ഇല്ല, ഒരു മനുഷ്യൻ വേറെയില്ല. യാതൊരു സഹായവും ലഭിക്കാത്ത മണലാരണ്യത്തിൽ, മരുഭൂമിയുടെ മടിത്തട്ടിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഇങ്ങനെ കുതിരയെ പായിച്ചു കൊണ്ടിരിക്കുമ്പോ ആഗതനായ കുതിരയുടെ പിന്നിൽ കയറിയ തന്റെ പിന്നിലിരിക്കുന്ന കുതിരപ്പുറത്തിരിക്കുന്ന ആ ആഗതനായ മനുഷ്യന് തന്റെ അരയിൽ നിന്ന് കത്തി വലിച്ചൂരുകയാ. എന്നിട്ട് ആ മനുഷ്യനോട്, സഹായിച്ചവനോട് പറയുകയാണ്, നിന്റെ കയ്യിലുള്ള പൊണ്ണെടുക്കുക, നിന്റെ പൊന്ന് മുഴുവനും ഇങ്ങ് തരിക, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാ. പെട്ടെന്ന് കുതിര നിർത്തി ചാടിയിറങ്ങി. എന്നിട്ട് ആ ആഗതനായ മനുഷ്യന്റെ നേരെ കൈകൂപ്പിയിട്ട് പറയുകയാണ്, സഹോദരാ, ഞാൻ നിന്നെ എന്ത് ചെയ്തിട്ടാ? നീ ഒരു ലിഫ്റ്റ് ചോദിച്ചപ്പോ തന്നല്ലേ, നീ ഒന്ന് സഹായം ചോദിച്ചപ്പോ തന്നല്ലോ, എന്തിനാ നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്റെ കുടുംബനാഥനാ, എന്റെ കുടുംബത്തിന്റെ കുടുംബനാഥനാണ്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചെന്നാലേ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പച്ചപ്പുണ്ടാവുകയുള്ളൂ. എന്നെ കൊല്ലല്ലേ. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞതെന്തെന്നറിയോ? ഇല്ല, ഞാൻ നിന്റെ പണം പിടിച്ചു വാങ്ങിയിട്ട് നിന്നെ വിട്ടാ നീ എല്ലാവരോടും പറയും ഞാൻ നിന്റെ പണം അപഹരിച്ചെന്ന്. അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലാതെ വിടില്ല. എന്തു ചെയ്യാനാ? നിലവിളിച്ചാൽ ആര് കേൾക്കാനാ? ആരവിടെ സഹായത്തിനെത്താനാ? അവിടെയാണ് പെങ്ങളെ വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ പരിശുദ്ധമായ ഈമാനും തഖ്വയും നമുക്ക് വരേണ്ടത്. ആ മനുഷ്യനതാ ഈ ആഗതനോട് കൊലയാളിയാകാൻ പോകുന്ന ചതിയനായ വഞ്ചകനായ മനുഷ്യനോട് പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങൾ കൊന്നോ, എനിക്കതിൽ ഇനി ഒന്നും പറയാനില്ല. പക്ഷേ 2 റക്അത്ത് നിസ്കരിക്കാ എനിക്ക് അനുവാദം തരുമോ? 2 റക്അത്ത് നമസ്കരിക്കാ എനിക്ക് നിങ്ങൾ അനുവാദം തരുമോ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യന് അന്ത്യാഭിലാഷമായി 2 റക്അത്ത് നിസ്കാരത്തിന്റെ അനുമതി കൊടുക്കുകയാ. ആ സമയത്ത് 2 റക്അത്ത് നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ സഹോദരങ്ങളെ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തുകയാണ്, പറയുകയാണ്, എനിക്കൊത്ത് ഒരുപാട് ആയത്തുകൾ അറിയാമായിരുന്നു, ഒരുപാട് ആയത്തുകൾ ഞാൻ മനനം ചെയ്തിരുന്നു. പക്ഷേ ഒരായത്ത് പോലെ ഓർമ്മ വരുന്നില്ല. മനസ്സ് വല്ലാതെ പിടയ്ക്കുകയാ. എന്റെ മനസ്സിനകത്ത് ഖുർആനിന്റെ ഒരായത്ത് പോലെ ഓർമ്മയില്ല. ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്, എല്ലാം മറന്നുപോയിരിക്കുകയാ. ആ സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പായിപ്പിച്ചു എന്റെ ചിന്തയെ, ഏതെങ്കിലും ഒരു ആയത്ത് ഓർമ്മയുണ്ടോ? നമസ്കാരത്തിലല്ലേ? ആ സമയത്ത് സൂറത്തുൻ നംലിലെ 62-ാമത്തെ ആയത്ത് മാത്രം എനിക്ക് ഓർമ്മ വന്നു. 62-ാമത്തെ ആയത്ത് മാത്രം എനിക്ക് ഓർമ്മ വന്നു. അതേതാണ് ആയത്തെന്നറിയോ? അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ. പീഡിപ്പിക്കപ്പെടുന്നവന് വിളിച്ചാൽ അവന് ഉത്തരം കൊടുക്കുന്നതാരാ? മർദ്ദന്റെ വിളിക്ക് ഉത്തരം കൊടുക്കുന്നതാരാ? പീഡിപ്പിക്കപ്പെടുന്നവന്റെ ഉത്തരം കൊടുക്കുന്നവനാരാ? സങ്കടപ്പെട്ട് നിൽക്കുന്നവന് നീറുന്ന 100 സങ്കീർണമായ പ്രശ്നത്തിന്റെ നടുവിൽ നട്ടം തിരിഞ്ഞ് മറുകര കാണാൻ കഴിയാതെ ജീവിതം വഴിമുട്ടിപ്പോയവന് നിലവിളിക്കുമ്പോ അവന് ഉത്തരം കൊടുക്കുന്നവൻ ആരാ?
ഈ ആയത്ത് മാത്രം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അതിങ്ങനെ ആവർത്തിച്ചോരി ഓടി നിന്നു. സലാം വീട്ടുമ്പോ സുബ്ഹാനല്ലാഹ് കയ്യിലൊരു കുന്തവുമായിട്ടൊരു കുതിരപ്പടയാളെ കടന്നു വരികയാ. ആരുടെയും സഹായമില്ലാത്ത മരുഭൂമിയുടെ മധ്യഭാഗത്ത് കുതിരപ്പടയാളെ കയ്യിൽ കുന്തമേന്തി വരികയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി നോക്കുമ്പോ അയാള് ചാടിയിറങ്ങിയിട്ട് ആഗതനായ ചതിയനായ മനുഷ്യനെ കൊന്നിരിക്കുകയാ. ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഈ മരുഭൂമിയിൽ എന്നെ സഹായിക്കാൻ വന്ന നിങ്ങളാരാ? അയാള് പറഞ്ഞു, അതൊന്നും ഇവിടത്തെ പ്രസക്തമല്ലല്ലോ, അതൊന്നും ഇവിടെ അറിയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, പടച്ചവനെ സാക്ഷിയാക്കി ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എനിക്ക് അറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താ വന്ന കുതിരപ്പടയാളെ പറഞ്ഞതെന്തെന്നറിയോ? അന റസൂലു അമ്മ യുജീബുൽ മുൽതറ ഇദാ ദഅ. ഈ ആയത്തിന്റെ നാഥനായ അള്ളാന്റെ ദൂതനാണ് ഞാൻ. എന്നെ അള്ളാഹു നിയോഗിച്ചതാണ്. നിങ്ങൾ ആദ്യം വിളിക്കുമ്പോ ഞാൻ 7 ആകാശത്തിലായിരുന്നു. രണ്ടാമത്തെ വിളി വിളിച്ചപ്പോ ഞാൻ 4-ാമത്തെ ആകാശത്തിലെത്തി. 3-ാമത്തെ വിളി വിളിച്ചപ്പോ ഞാൻ ഭൂമിയിൽ കാലുകുത്തി. ഉടൻ തന്നെ ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൻ നംലിലെ ആയത്താണ് അവതരിപ്പിക്കപ്പെടാൻ കാരണമായ ഈ ചരിത്രം ഹദീസിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അതുകൊണ്ട് സഹോദരാ, ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു മനുഷ്യനുമില്ല ഇങ്ങനെ എത്ര ആളുകളാണ് നട്ടം തിരിയുന്നത്. എത്ര സങ്കടമുണ്ടെങ്കിലും പടച്ചവനില്ലേ നമുക്ക്? നമ്മോട് സ്നേഹമുള്ള അല്ലാഹ്. ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും, ആര് നമ്മളെ കൈയൊടിഞ്ഞാലും നമ്മളെ ചേർത്ത് നിർത്തുന്ന അല്ലാഹ്, ആ പടച്ചതമ്പുരാ നമ്മളെ ഒരിക്കലും കൈയൊഴിയില്ലല്ലോ. അതുകൊണ്ട് എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും, ഏത് പാതിരാത്രിയാണെങ്കിലും, ഏത് മരുഭൂമിയുടെ മടിത്തട്ടിലാണെങ്കിലും, ഏത് കൊടുമുടിയിലാണെങ്കിലും, ഏത് മഞ്ഞുരുകുന്ന രാത്രിയാണെങ്കിലും, ഏത് പകൽ വെളിച്ചത്തിന്റെ ആ ചൂടിന്റെ കാഠിന്യതയിലാണെങ്കിലും വിളിച്ചോ. സഹായിക്കാൻ നമ്മുടെ ചാരത്തെത്തുന്ന ഒരേ ഒരു സൃഷ്ടാവ്, ഒരേ ഒരു ശക്തി, അത് അല്ലാഹുവാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ. എന്നെ വിളിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും. എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. പക്ഷെ എന്താ ഇവിടുത്തെ പ്രശ്നം? നമ്മൾ വിളിക്കുന്നില്ല. നമ്മൾ വിളിക്കുന്നു. എങ്ങനെയാ വിളിക്കുന്നത്? നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്, ദുആ സ്വീകരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കടാ, എല്ലാം കൂടെ പരലോകത്ത് തരാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ എല്ലാം അങ്ങനെ ആകണമെന്നില്ല. കാരണം ദുആ ചെയ്യുമ്പോൾ തള്ളപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ സമയം ഉണ്ടാവുമെങ്കിൽ അത് കൂടെ പറയാം ഇൻഷാ അല്ലാഹ്. അത് പിന്നെ സമയം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ നോക്ക്, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അജബല്ലക്കും, നിങ്ങളെ കാര്യം അത്ഭുതമാണ്, നമ്മളെ കാര്യം അത്ഭുതമാണ്. നിങ്ങളുടെ കയ്യിൽ തന്നെ രോഗമുണ്ട്, നിങ്ങളുടെ കയ്യിൽ തന്നെ മരുന്നുണ്ട്. നമ്മളെ കാര്യം അത്ഭുതം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളുടെ കാര്യം അത്ഭുതം. നിങ്ങളുടെ കയ്യിൽ രോഗമുണ്ട്, നിങ്ങളുടെ കയ്യിൽ അതിന് മരുന്നു. അല്ലേ? എല്ലാ രോഗവും നമ്മുടെ കയ്യിലുണ്ട്, എല്ലാ മരുന്നും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് മരുന്നില്ലാത്ത ഒരു രോഗം അഷ്റഫുൽ ഖൽഖ് പറയുന്നു അള്ളാഹു ഇറക്കിയിട്ടില്ല. കോവിഡിനും അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിന് മരുന്നുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ രോഗമുണ്ട്, അതിന് മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കോവിഡിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകഭേദം വന്ന വൈറസുകളെയോ ഫംഗസുകളെയോ പറ്റിയിട്ടൊന്നുമല്ല പറഞ്ഞത്. നിങ്ങളുടെ രോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ പാപങ്ങളാണ്. എല്ലാ കറാമ്പറമ്പ് കയ്യിലുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യം നമ്മുടെ കയ്യിലുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. എന്താ നമ്മളെ കയ്യിലില്ലാത്തത്? അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ എന്താ നമ്മുടെ കയ്യിലില്ലാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ.
എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ തന്നെ മരുന്നുണ്ട്. അതേതാണ്? ദവാഉകുമു ദുആഉ. നിങ്ങൾ ഏതെങ്കിലും ഒരു രോഗം വന്നാൽ അതിന് ചികിത്സിക്കണ്ടേ? അസുഖം വന്ന് ചികിത്സിക്കാതെ ഞാൻ രോഗിയാണ് എനിക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയിരുന്നാൽ അവനെ പള്ളിയിൽ കൊണ്ട് കിടത്തേണ്ടി വരും. ഒരു കാര്യത്തിലില്ല. അയ്യൂബ് നബിക്ക് രോഗം കൊടുത്ത അള്ളാഹു മാറ്റാൻ കഴിവുണ്ടായിട്ടും അള്ളാഹു അയ്യൂബ് നബി ദ്വാരത്തപ്പോ പറഞ്ഞു കാല് കൊണ്ട് നിലത്തടിക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു പാപങ്ങളാകുന്ന രോഗം പിടിപെട്ട ഒരു സമുദായത്തിന് മരുന്നാകുന്ന ദുആ കയ്യിലുള്ളപ്പം അത് ദുആ ചെയ്ത് പാപങ്ങൾക്ക് പരിഹാരം കാണാതെ മരുന്ന് കുടിക്കാതെ രോഗം കൊണ്ട് നടന്ന മരിച്ചു പോകൂലേ നമ്മൾ? അങ്ങനെ നമ്മൾ മരിച്ചവരാണിപ്പോ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ദുആ ഒന്നും സ്വീകരിക്കാതെ പോയത്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നന്നാകാതെ പോകുന്നത്. നമ്മൾ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇല്ലേ നമ്മൾ റബ്ബിനോട് ചോദിക്കണം, അവൻ എന്തായാലും ഉത്തരം തരും. ഞാനിപ്പോ ഇതുവഴി പോകുന്ന ഒരാളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു, അയാൾ മാന്യനാണെങ്കിൽ എന്ത് ചെയ്യും? തിരിഞ്ഞു വരും. മാന്യനാണെങ്കിൽ തിരിച്ചു വരും. മൈൻഡ് ചെയ്യാതെ പോയാൽ ഞാൻ ശശിയായി, അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അവൻ മാന്യനും അല്ല, ഞാൻ നാണംകെടുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഒരാളെ വിളിച്ചാൽ അവൻ നമുക്ക് ഉത്തരം തരുമെങ്കിൽ അവൻ മാന്യതയുള്ളവനാണ്. ലോകത്തെ ഏറ്റവും വലിയ മാന്യനാരാ? ലോകത്തെ ഏറ്റവും വലിയ മാന്യനാരാണ്? ഇന്നൽ കരീമ ഇദാ നാദൈത ഖാല നഅം ഫകൈഫ ബില്ലാഹി ദിൽ ഇൻആമി വൽ കറമി. ഇന്നൽ കരീമ ഇദാ നാദൈത ഖാല നഅം فكيف بالله ذي الإنعام والكرم. ഒരു മാനിനെന്ന് പറഞ്ഞാൽ നീ അവനെ വിളിച്ചാൽ കാലവൻ പറയും അതെ, എന്താ വേണ്ടത്? ഇതാണ് മാന്യൻ. എല്ലാ നിഅമത്തുകളുടെയും ഇൻആമിന്റെയും നിഅമത്ത് കൊടുക്കുന്നതിന്റെയും അനുഗ്രഹങ്ങൾ പങ്കിട്ട് കൊടുക്കുന്നതിന്റെയും ഔദാര്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം തരാതിരിക്കുമോ എന്നൊരു മഹാനായ കവി ചോദിക്കുകയാണ്. നാട്ടിലെ ഏറ്റവും വലിയ ഒരു മാന്യനായി നമ്മൾ എണ്ണുന്നത് ആളുകൾ വിളിച്ചാൽ അയാൾ എപ്പോഴും ഉത്തരം കൊടുക്കും. എന്നാൽ ഈ മനുഷ്യന് ഈ കരുണ കൊടുത്ത, ഈ ഔദാര്യം കൊടുത്ത, ഈ നിഅമത്ത് കൊടുത്ത അല്ലാഹു അവൻ നമുക്ക് ഉത്തരം തരാതിരിക്കുമോ? അതുകൊണ്ട് എന്ത് വേണം? ഫബ്സുത് ലഹുൽ കഫലൻ തഅതീക ഫാരിഗതൻ فقد سألت الذي سواك من عدمي. അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് നിന്നെ പടച്ച ആ റബ്ബിന്റെ മുന്നിലേക്ക് നിന്റെ കരങ്ങൾ നീ ഉയർത്തണം. നിന്റെ റബ്ബിലേക്ക് നീ കരങ്ങൾ ഉയർത്ത്. എന്നാ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാരും പറയും ദുആ സ്വീകരിക്കുന്നില്ല. എന്താ പ്രശ്നം? നമുക്ക് ധൃതിയാണ്. ഇന്ന് രാത്രി വെളുക്കുന്നത് വരെ ഇരുന്ന് പടച്ചോനെ ഈ ജോ ബൈഡൻ എന്ന ജോസഫ് ബൈഡൻ ഇറക്കിയിട്ട് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാനുള്ള ഭാഗ്യം എന്താ? അത് സ്വീകരിക്കും പടച്ചോ. ചിലപ്പോ നീ ചെയ്തു നോക്ക്. ചിലപ്പോ നീ ഇന്ത്യൻ പൗരനായി, അമേരിക്കയിലെ ഇന്ത്യൻ പൗരനായി നീ അറിയപ്പെടുകയും പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ വംശജയല്ലേ അല്ലേ വൈസ് പ്രസിഡന്റ്? ഇന്ത്യൻ വംശജയാണ്. ചിലപ്പോ ശാന്തി പെണ്ണുങ്ങള് ഭാവിയിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ധൃതി വെക്കാതിരുന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. എന്റെ ഭർത്താവിനും നാളെ ഗൾഫിൽ പോണം റബ്ബേ എന്ന് പറഞ്ഞാൽ പടച്ചവന് തരൂല. അതെന്റെ അല്ലാഹ് കഴിയാത്തത് കൊണ്ടല്ല. വേണമെങ്കിൽ ഗൾഫിനല്ല, ഇവിടെ നിന്റെ വീട്ടിന്റെ മുമ്പ് കൊണ്ടുതരും. അതിനൊക്കെ അല്ലാഹ് കഴിവുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു രീതിയുണ്ട്. ഒരു രീതി ഉണ്ടല്ലോ ഏതൊരു വിഷയത്തില്. അതുകൊണ്ട് നീ ധൃതി വെക്കാതെ ചോദിക്ക്. ധൃതി വെക്കാതെ പടച്ചവനോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? എനിക്ക് ഇന്നതിന്നത് വേണമെന്ന് പറഞ്ഞാൽ നീ ധൃതി വെക്കാതിരുന്നാൽ അല്ലാഹു നിനക്ക് തരുന്നതാണ്. പക്ഷെ നിന്റെ പരിഭവം എന്താണ്? ദഅഉതു ഫലം യസ്തജിബ് ലീ. എത്ര നാൾ കൊണ്ട് ചോദിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇതൊരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ധൃതി വെക്കാൻ പാടില്ല. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ ആയത്തുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്തുമായി പോകുമ്പോ ഫിർഔന് കോടീശ്വരനായിരുന്നു. പണം എറിഞ്ഞിട്ട് ആളെ കൂട്ടി. അങ്ങനാണല്ലോ, പണം എറിഞ്ഞിട്ട് ആളെ കൂട്ടി. ഇപ്പോ ഇന്നലെ എവിടെയായിരുന്നു? ഏതോ ഒരു സംസ്ഥാനത്ത് അല്ലേ,
ഒരു മഹാരാഷ്ട്രയിലോ, ഇന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലോ എവിടെയാണെന്ന് അറിയില്ല, മറന്നുപോയി. അപ്പോ ഒരു ബിസിനസ്സുകാരന്റെ സുഗന്ധദ്രവ്യ കച്ചവടക്കാർ, എല്ലാ കച്ചവടവും ഉണ്ട്. അപ്പൊ ആ കച്ചവടക്കാരന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥർക്ക് എണ്ണാൻ പറ്റുന്നില്ല. എവിടെ നോക്കിയാലും പൈസ, എവിടെ നോക്കിയാലും പൈസ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മുസ്ലിം പേരിനോട് സാമ്യമുള്ള ഒരു പേരല്ല, എങ്കിൽ അത് വേറെ എവിടെ നിന്നോ വന്നത് എന്ന് പറഞ്ഞേനെ. അള്ളാഹു അങ്ങനെ ഒരു അനുഗ്രഹം തന്നു. മുസ്ലിം അഞ്ചേരം നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഹജ്ജിന് പോകുന്ന, ഉംറ ചെയ്യുന്ന മുസ്ലിം ആവണമെന്നില്ല. ഒരു പേര് ഏതെങ്കിലും ദൂരത്തൂടെ പോയാൽ ഒരു ഖാനോ ഒരു അബുദോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ മുസ്ലിം ചൊവ്വയുള്ള ഒരു പേര് മതി, അത് പിന്നെ അങ്ങ് പ്രശ്നമായേനെ. ഇതിപ്പോ വേറെ എന്തോ ഒരു വായിക്കൊള്ളാത്ത പേരായത് കൊണ്ട് എന്തായി, അതങ്ങനെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. ഇവിടെ ആർക്കും ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരി ആളെ കൂട്ടിയത് പൈസ എറിഞ്ഞിട്ടാണ്. ദുനിയാവിന്റെ സർവ്വ സൗകര്യങ്ങളും ഉണ്ട്. മൂസാ നബി ചെന്നിട്ട് വെറും പാവം, ആഹാരമില്ല, വെള്ളമില്ല, ഉടുക്കാൻ തുണിയില്ല, കഷ്ടപ്പെടുന്നു. പണം എറിഞ്ഞാലേ ആള് കൂടൂ. അപ്പൊ ഇങ്ങനെ ആളുകൾ അങ്ങോട്ട് പോകുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാം ദുആറന്നു, പടച്ചോനെ ഇനി ഒറ്റ കാര്യമുള്ളൂ, അവന്റെ ഈ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു, അല്ലാതെ നടക്കൂല. അപ്പോ അല്ലാഹു ദുആ സ്വീകരിച്ചു. ഹാറൂൻ നബിയെ, മൂസ നബിയെ, നിങ്ങളെ രണ്ടുപേരുടെയും ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരുടെ ദുആ സ്വീകരിക്കപ്പെട്ടു. മൂസാ നബി ദുആറന്നു, ഹാറൂൻ നബി ആമീൻ പറഞ്ഞു. ഇതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ ദുആ സ്വീകരിച്ചു. എവര് ദുആ ചെയ്തതിന്റെയും ഈ സ്വീകരിച്ചതിന്റെയും ഇടയിൽ 40 വർഷം എടുത്തു. 40 വർഷം. നമ്മളാണെങ്കിലോ 40 വർഷം എടുത്തു. മൂസാ നബി ദുആ ചെയ്തതിന്റെയും ഈ ദുആ സ്വീകരിക്കപ്പെട്ടതിന്റെയും ഇടയിൽ, ഇജാബത്തിന്റെയും ഇടയിൽ 40 വർഷം എടുത്തു. യാക്കൂബ് നബിയുടെ പൊന്നുമോൻ യൂസുഫ് നഷ്ടപ്പെട്ടു. കരഞ്ഞ് ലോകത്ത് ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ കരഞ്ഞ, ഭർത്താവ് ഒഴിവാക്കിയതിന്റെ പേരിൽ കരഞ്ഞ ഒരു പെണ്ണിന്റെ കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഭാര്യ മരണപ്പെട്ട് അല്ലെങ്കിൽ ഭാര്യ ഒളിച്ചോടി പോയതിന്റെ പേരിൽ ഒരു ഭർത്താവ് കരഞ്ഞിട്ട് കണ്ണിലെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു പുരുഷനെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? വാപ്പയും ഉമ്മയും മരണപ്പെട്ടതിന്റെ പേരിൽ വെളുത്തുപോയ ഒരു മക്കളെ നിങ്ങൾക്ക് ആണായാലും പെണ്ണായാലും കാണിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ യാക്കൂബ് നബി യൂസുഫ് എന്ന പൊന്നുമോനെ നഷ്ടപ്പെട്ടപ്പോ കരഞ്ഞ് രണ്ട് കണ്ണുമങ്ങ് വെളുത്തുപോയി. സുബ്ഹാനല്ലാഹ്. അവസാന യാക്കൂബ് നബിയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. തന്റെ പൊന്നുമോനെ യൂസുഫിനെ അല്ലാഹു മടക്കി കൊടുത്തു. ഏതോ പൊട്ടക്കിരട്ടിലെ വലിച്ചെറിയപ്പെട്ട ബാലചാപല്യമുള്ള ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ഒരു പൊന്നുമോനെ യൂസുഫായിട്ടല്ല അല്ലാഹു മടക്കി കൊടുത്തത്. ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലെ സിംഹാസനത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തില് ചെങ്കോല് പിടിച്ചിരുന്ന അവിടുത്തെ ചക്രവർത്തിയായി രാജാവായി അല്ലാഹു തിരികെ കൊടുത്തില്ലേ? യാക്കൂബ് നബി തന്റെ പൊന്നുമോനെ മടക്കി കിട്ടാൻ ദുആ ചെയ്തതിന്റെയോ അല്ലാഹു യൂസുഫ് എന്ന പൊന്നുമോനെ മടക്കി കൊടുത്തതിന്റെയും ഇടയിൽ മഹാന്മാരായ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുഫസ്സിറുകൾ പറയുകയാണ് 40 വർഷം എടുത്തു. സെക്കൻഡ് സഹിക്കാൻ പറ്റുന്നില്ല. ചോദിച്ചാ അപ്പോഴും കൊണ്ടുവരണം. എന്താ വീട്ടില് പാലിറക്കാൻ നിൽക്കുന്ന ബംഗാളിയാ പടച്ചോൻ? ചോദിച്ച ഉടനെ വേണ്ടി തരാം. നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച തമ്പുരാനോട് ചോദിക്കുമ്പോ ധൃതി വെക്കരുത്. അവൻ സമയാവുമ്പോ തന്നോളും, സമയാവുമ്പോ തരും. ദുആ ചെയ്യുന്നതോടൊപ്പം നശിപ്പിക്കപ്പെടുന്നില്ല. എപ്പോഴായാലും നമുക്ക് അല്ലാഹു തരും. അതുകൊണ്ട് ദുആ മുറുകെ പിടിക്ക്. ദുആ ചെയ്യാം. ദുആ ചെയ്താൽ എന്ത് നേടാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇത്തഖു ദഅവത്തൽ മദ്ലൂം ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്. പീഡിപ്പിക്കപ്പെടുന്നവർ, കഷ്ടപ്പെടുത്തപ്പെടുന്നവർ, അപ്പുറത്തെ കോഴി ഇപ്പുറത്ത് കയറി കഴിഞ്ഞ് കാലൊടിക്കുന്നവർ, അവിടെ നിന്ന് ചപ്പു ചവർ കൊണ്ടുവന്ന് തട്ടുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവർ സൂക്ഷിച്ചോളി. ഈ മർദ്ദിക്കപ്പെട്ട ഈ ആളുകൾ ഇരുന്ന് നന്നായിട്ടൊന്ന് കരഞ്ഞു ദുആറുന്നുണ്ടല്ലോ, എണീച്ച് നടക്കാൻ പറ്റൂല, ഗുണം പിടിക്കൂല. ചതിയന്മാരുണ്ട്. ഈ പൈസ പറ്റിക്കാൻ കുറെ ചതിയന്മാരുണ്ട്. അവർ പൈസ പറ്റിക്കുന്ന എങ്ങനെയെന്നറിയോ? അവർ പൈസ പറ്റിക്കുന്ന രംഗം അവരുടെ സംസാരത്തിൽ ഒരു 50 പ്രാവശ്യം അല്ലാഹു എന്നുള്ള വാക്ക് വരും.
ഒരു ഏറ്റവും കുറഞ്ഞ 100 വട്ടം നബി തങ്ങളുടെ പേര് വരും. പിന്നെ കഅബ, പിന്നെ മാഷാ അല്ലാഹ് കൊടുക്കും. ഈ കേറ്റവന്മാരും അടിച്ചോന്മാരും ഇടിച്ചോന്മാരും ഒക്കെ അനുഭവിക്കാൻ പോകുന്നത് അപ്പോഴും നമുക്ക് കാണാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് നാശമില്ല. ദുആ മുറുകെ പിടിച്ചോളി. ദുആ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമായി നമ്മുടെ ദുആയെ മാറ്റണം. പക്ഷെ ആ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ വെറുതെ ധൃതി വെക്കാൻ പാടില്ല. അതേപോലെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടാത്തത് എല്ലാം കൂടി ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് മാത്രമല്ല. ഞാൻ പിന്നീടാക്കിയാൽ അത് മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറയാം. എന്താണെന്നറിയോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോരാഞ്ഞിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരിക്കൽ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു തആല അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നബിയെ, ഒരുപാട് കാര്യങ്ങൾ പടച്ചവനോട് പറയാനുണ്ട്. അപ്പോ നമുക്ക് ഈ മഹാന്മാരെയൊക്കെ കാണുമ്പോൾ മഹാന്മാരുടെ ദുആ പെട്ടെന്ന് സ്വീകരിക്കും. നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കപ്പെടും. വേറെ ഒരു മറയില്ലാതെ അല്ലാഹു സ്വീകരിക്കുന്ന മഹാന്മാരുണ്ട്. നമ്മൾ ഏത് ഉസ്താദന്മാരെ കണ്ടാലും, നമ്മുടെ പെരിങ്ങാട് ഉസ്താദ് വരുന്നുണ്ട്, അവരൊക്കെ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുന്നവരാണ്. ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നവരാണ്. ഈ സ്വലാത്തുകൾ ധാരാളം ചൊല്ലുന്നവര്, അതുപോലെ തന്നെ ദിക്റുകൾ ഒരുപാട് ചൊല്ലുന്നവര്, അതുപോലെ തന്നെ നല്ല സാലിഹീങ്ങളെ, നമുക്കറിയാമല്ലോ സാലിഹീങ്ങളായ ആളുകൾ. ഈ സാലിഹീങ്ങളായ ആളുകളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടെ പറയാൻ നിൽക്കരുത്. ഒന്നാമത് അവർക്ക് സമയം ഉണ്ടാവൂല കേൾക്കാൻ. 2, നമ്മൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോകും. നമ്മൾ എന്ത് വേണമെന്നറിയോ? ഒന്ന് ശ്രദ്ധിക്കുക. ദുആരക്കാൻ വേണ്ടി പറയാൻ ദുആ വസിയത്ത് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചോളി. ദുആ വസിയത്ത് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കാനുള്ളത്, ആരോടെങ്കിലും ഏതെങ്കിലും മഹാനെയോ ഒരു സയ്യിദിനെയൊക്കെ കാണുമ്പോൾ ദുആ പറയുമ്പോൾ ഇങ്ങനെ പറയാ. എങ്ങനെ? എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, എല്ലാം കൂടി പറയാനൊന്നും അങ്ങ് കേൾക്കാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ ചെയ്യുന്ന ദുആ എല്ലാം സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആരക്കുക. അപ്പൊ ഒരു പാക്കേജ് ആയിട്ട് ദ്വാരുന്നുള്ളൂ. നമുക്ക് ചോദിക്കാൻ ഈ പാക്കേജ് എന്നുള്ള വാക്ക് ചിലപ്പോ ഇന്ന് നാളെ നെറ്റിൽ വൈറലാവും. അങ്ങനെയാണല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ കുറെ എണ്ണം ചാർജ് ചെയ്ത് നോക്കിയിരിക്കാൻ. എന്താ ഇങ്ങനെ ഏതൊക്കെ ഉസ്താദന്മാരെ പ്രസംഗിക്കുന്നുണ്ട്, അവർക്കൊക്കെ മോശം കമന്റുകൾ എഴുതാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹമുണ്ട്. വേറെ ജോലിയില്ല, അവർക്ക് അള്ളാഹു ജോലി കൊടുത്ത ജോലിയാണ്, അവർ ചെയ്തോട്ടെ. അപ്പൊ ഏതാണെങ്കിലും നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാം എണ്ണി പറയാൻ നിൽക്കണ്ട. നമ്മൾ എന്ത് വേണം? അവരെ കാണുമ്പോൾ പറയണം, എന്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാം എനിക്ക് നിങ്ങളോട് ദുആ ചെയ്യണമെന്ന് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യ്. ഞാൻ ബാക്കി കാര്യങ്ങൾ എന്റെ റബ്ബിനോട് പറഞ്ഞോളാം. ഇതാര് പഠിപ്പിച്ചതാ? മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, ഉദുല്ലാഹ നകൂന മുസ്തജാബ ദഅവതി യാ റസൂലല്ലാഹ്. നബിയേ പടച്ചവനോടൊന്ന് ദുആ ചെയ്യോ, എനിക്ക് ഉത്തരം കിട്ടുന്ന ദുആക്ക് വേണ്ടിയിട്ട്, എന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം തരാൻ വേണ്ടിയിട്ട് അങ്ങ് ദുആ ചെയ്യോ നബിയേ. ആ സമയത്തെ ആരംഭ പൂവായ നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? യാ സഅദേ അത്തിബ മത്അമക തകുന മുസ്തജാബ ദഅവാ. അത്തിബ മത്അമക തകുന മുസ്തജാബ ദഅവാ. നീ കഴിക്കുന്ന ഭക്ഷണം നന്നായാൽ, നീ കഴിക്കുന്ന ഭക്ഷണം ഹലാൽ ഫുഡായാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന തകുന മുസ്തജാബ ദഅവാ, നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും സഅദേ. അതുകൊണ്ട് ഞാൻ ദുആ ക്കണമെന്നില്ല. നിങ്ങളെ ഫുഡ് അങ്ങ് ക്ലിയർ ആക്കിയാൽ, ആ മാസകെട്ടിലേക്ക് പോകുന്ന ഭക്ഷണമുണ്ടല്ലോ, പള്ളയിലേക്ക് പോകുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് ഹലാലായാൽ, അത് ആരിൽ നിന്നും പിടിച്ചു പറിക്കാത്തതായാൽ, അറുത്ത് കഴിക്കുന്ന ഇറച്ചിയുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കപ്പെട്ടതായാൽ, അത് ഏതെങ്കിലും അള്ളാഹുവിന്റെ നാമത്തിലല്ലാതെ അറുക്കപ്പെട്ടതാകാതിരുന്ന എന്നാ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും സഅദേ. തല്ലിക്കൊല്ലാത്തതാകണം
സൈദേ, നിങ്ങൾ കഴിക്കുന്നത് മുകളിൽ നിന്ന് വീണ് ചത്തതാകാത്തതാകണം സൈദേ, കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരാത്തതാകണം സൈദേ, പെണ്ണ് കച്ചവടം നടത്തി, കള്ള് കച്ചവടം നടത്തി, കഞ്ചാവ് കച്ചവടം നടത്തി, മോഷണം നടത്തിയിട്ട് ജീവിക്കുന്ന സമ്പാദിക്കുന്ന സമ്പാദ്യം കൊണ്ട് ഭക്ഷണം പാകം ചെയ്തതാകാതിരിക്കണം സൈദേ. നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഹലാൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹലാൽ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാവുക. അങ്ങോട്ട് കേൾക്കി, ശ്രദ്ധിച്ചോളി. 2, നമ്മൾ ധൃതി വെക്കാതിരിക്കുക. എന്നാൽ നമ്മുടെ ദുആ എന്ത് ചെയ്യും? അല്ലാഹ് സ്വീകരിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ എന്ത് പറഞ്ഞു? നീ കഴിക്കുന്ന ഭക്ഷണം നന്നായാൽ നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ദുആ സ്വീകരിച്ചില്ലേ അല്ലാഹു? ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം, ഒറ്റ ചെറിയ സംഭവം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുആ സ്വീകരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവെന്തെന്നറിയോ? സക്കറാത്തിന്റെ ഹാല്. ഈ ലോകത്തിന് വിട പറയാൻ അടുത്തു. ആ സമയത്ത് പറക്കമുറ്റാത്ത മക്കള് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദുആരന്നു, പടച്ചവനെ, യാ റബ്ബി, എന്റെ പടച്ചവനെ, ഇന്നലീ ബനീന സിഗാറ, എന്റെ എല്ലാ കുഞ്ഞു മക്കളാ അല്ലാഹ്, എന്റെ എല്ലാ കുഞ്ഞുമക്കളാണ്. അല്ലാഹുവേ, എന്റെ മരണമൊന്ന് പെൻഡിങ്ങിൽ വെക്കോ, എന്റെ മരണമൊന്ന് പിന്തിപ്പിക്കുമോ. എന്റെ മക്കൾക്ക് പ്രായപൂർത്തിയാകട്ടെ, എന്നിട്ട് എനിക്ക് മരിച്ചാ മതിയല്ല. ഈ ഒരു തൗഫീഖ് എനിക്ക് തരുവോ തമ്പുരാൻ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു. സഹോദരങ്ങളെ, ചരിത്രം പറയുന്നത് ഫഅഖറ അൻഹു 20 സന. അത് കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടത്. മരിക്കാൻ നേരത്ത് അദ്ദേഹം ആത്മാർത്ഥമായി ദുആരന്നു. നിന്റെ ഭക്ഷണം നന്നാക്കെങ്കിൽ നിന്റെ ദുആ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ. അവര് മോശമായ ഭക്ഷണം കഴിച്ചത് കൊണ്ടല്ല, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പോ വിഷമിക്കണ്ട, നിങ്ങളെ ഭക്ഷണമൊക്കെ റാഹത്തല്ലേ, അപ്പൊ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ഹലാലായത് മാത്രം കഴിച്ചാൽ മതി. ഒരാളിൽ നിന്ന് എരന്ന് വാങ്ങുന്നത്, അതുപോലെ അവരെ വേദനിപ്പിച്ച് വാങ്ങുന്നത്, അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നത്, പള്ളിയാണെങ്കിൽ പോലും സ്വീകരിക്കാനും സ്വീകരിക്കൂലല്ലോ. ബാധ്യത വീടി കൂലി കിട്ടൂലെന്നാണ് ഫുഖഹാക്കൾ അല്ലേ? പിടിച്ചുപറിക്കപ്പെട്ട പള്ളിയിൽ നമസ്കരിച്ചാൽ ബാധ്യത വീടി കൂലി ലഭിക്കില്ല. വെറുതെ ബാധ്യത വീടി, പക്ഷെ കൂലിയില്ല. പിടിച്ചു പറിക്കപ്പെട്ട ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നമസ്കാരം അത് ബാധ്യത വീടി, ഹക്ക് വീടി, പക്ഷെ കൂലിയില്ല. ഇതേപോലെയാണ് ഭക്ഷണം. ഏതും പരിഹരിക്കാം, പക്ഷെ ഒരു ഈത്തപ്പഴ കുരുവിന്റെ അളവ് നമ്മുടെ പള്ളയിൽ ഹറാമ് പോയിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല. അത് ഉൽപ്പാദിപ്പിക്കപ്പെട്ട രക്തസിരകളിലൂടെ ഓടുന്ന കാലത്തോളം നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ഇതുവരെ ചെയ്തതൊക്കെ പോട്ടെ, നിങ്ങളൊക്കെ പാപികൾ, ഞാനും നല്ലവൻ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഞാൻ നിങ്ങളിൽ ഒരാളായി കസേരയിലുണ്ട്. ഇവിടെ ഖുർആനാ നിങ്ങളോടും എന്നോടും സംസാരിക്കുന്നത് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. നമ്മൾ ഇതുവരെ ചെയ്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാളിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കും, അല്ലാഹു പുറത്തു തരും. എന്നിട്ട് ഇനി നമ്മുടെ പട്ടിണി കിടന്നാലും മരിച്ചാലും ഇൻഷാ അല്ലാഹ് ഹറാം ഞാൻ തിന്നൂല. ഹറാം എനിക്ക് മരണമാണ് എനിക്ക് അതിന്റെ പേരിൽ കിട്ടുന്നതെങ്കിൽ അൽഹംദുലില്ലാ, ഞാൻ വിശന്ന് മരിച്ചാൽ എനിക്ക് ഷഹീദിന്റെ കൂലിയല്ലേ. എന്റെ വയറിനകത്ത് വയർ കാളിയിട്ട് ഞാൻ മരിച്ചാൽ അൽ ബത്നു ഷഹീദ് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഉദര സംബന്ധമായ രോഗം കൊണ്ട് മരിച്ചു പോയാൽ ഷഹീദിന്റെ കൂലിയല്ലേ. പിന്നെന്താ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഹറാം എന്റെ പള്ളയിൽ പോകൂല എന്നൊരു തീരുമാനം എടുക്ക്. ഭർത്താവ് പലിശക്കാരനാണ്, ലോട്ടറി എടുക്കുന്നവനാണെങ്കിൽ പറഞ്ഞു കൊടുക്ക്, ഇതെടുക്കരുത്, ഇതെനിക്കും മക്കൾക്കും തരരുത്, ഞങ്ങൾ പട്ടിണി കിടന്നോളാമെന്ന് പറയും. ഇല്ലെങ്കിൽ നിന്റെ ദുആകൾ എങ്ങനെ സ്വീകരിക്കും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഭാരത്തുകളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചു പോയി, ഞാൻ ലാഘവത്തോടെ കാണാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഗഫൂറായ അല്ലാഹ് നമുക്ക് പുറത്തു തരും. പക്ഷെ ഉള്ളിൽ കടന്നു പോയാൽ തീർന്നില്ലേ? അതുകൊണ്ട് ഗൗരവത്തോടെ ആ വിഷയം കാണുക എന്റെ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത്
ദുആ ചെയ്തു, ഇന്നലി ബനീന സിഗാറ, എല്ലാം കുഞ്ഞു മക്കളാ പടച്ചോനെ, അഖിർ അനിൽ മൗതലി യബ്ലുഹു, എന്റെ മക്കൾ ഒന്ന് പറക്കമുറ്റുന്നത് വരെ, അവർക്കൊന്ന് പിന്നെ ഒരു നല്ല നിലയിൽ എത്തുന്നത് വരെ, പ്രായപൂർത്തിയാകുന്നവരെ എന്നെ ഒന്ന് പെൻഡിങ്ങിൽ വെക്ക് പടച്ചോനെ. അദ്ദേഹത്തിന് 20 വർഷം കൂടി അല്ലാഹു ആയുസ് കൊടുത്തു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ലാ യസ്തഖിറുന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു സെക്കൻഡ് മുന്തുകയും പിന്തുകയും ചെയ്യൂലല്ലോ മരണം. ശരിയാ, പക്ഷെ അല്ലാഹു അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഈ ദുആ ചെയ്യുമെന്നും അത് കാരണം 20 വർഷം കൂടി പെൻഡിംഗ് ആക്കുമെന്നും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദുആ ഏറ്റവും നല്ല നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നമ്മൾ മുറുകെ പിടിക്കണം. ആ ദുആ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ യാത്ര ചെയ്യണം. നമുക്ക് അല്ലാഹു ഒരു ബുദ്ധിമുട്ടും തരില്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഹറാമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല. 1, 2 ധൃതി വെക്കാൻ പാടില്ല. 3ാമത് ചില ആളുകൾക്കുണ്ട്, എന്തെന്നറിയോ, ചില ആളുകൾ അള്ളാഹുവിന് ഈ ചില തെരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കും. എങ്ങനെയെന്നറിയോ, പടച്ചോനെ നിനക്ക് തോന്നണമെങ്കിൽ നീ പുറത്തു, അത് അഹങ്കാരത്തിന്റെ വാചകമാണ്. നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്ത പുരാനെ, നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്. ഇതൊരിക്കലും പാടില്ലെന്നാണ്. ലാ യഖൂലന്ന അഹദുകും അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത അല്ലാഹുമ്മ അർഹംനി ഇൻ ശിഅത ലിയസിമിൽ മസ്അല ഫഇന്നഹു ലാ മുക്രിഹ ലാ. റവാഹുൽ ബുഖാരി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിനോട് പറയരുത് അല്ലാഹുമ്മ ഗ്ഫിർ ലീ ഇൻ ശിഅത, നിനക്ക് പറ്റുമെങ്കിൽ നീ എനിക്ക് പുറത്തു താ അല്ലാ, നിനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ പുറത്തു താ അല്ലാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ പുറത്തു താ അല്ലാ. അല്ലാഹുമ്മ റഹംനി ഇൻ ശിഅത, നിനക്ക് പറ്റുമെങ്കിൽ നീ എനിക്ക് കരുണ ചൊരിയണേ അല്ലാ. ഇതൊരിക്കലും പറയാൻ പാടില്ലത്രേ. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നു, ലിയസിമിൽ മസ്അല, ചോദിക്കുമ്പോ അവനെ അസ്മ ചെയ്യട്ടെ, ഉറപ്പിച്ചിട്ട് പറയട്ടെ. അവന്റെ ചാഞ്ചാട്ടം അല്ലാഹുക്ക് വേണ്ട. ഫഇന്നഹു ലാ മുക്രിഹ ല, അല്ലാഹുവിനോട് ബലാത്കാരം ചെയ്യാൻ, അവനെ നിർബന്ധിക്കാൻ, അവനെ കീർത്തിക്കാൻ നമ്മളാളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും പടച്ചവനോട് അങ്ങനെ പറയരുത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഏറ്റവും നല്ല ഒരു വലിയ സന്ദേശമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറിച്ചിടുക. ദ്വാരക്കാൻ വേണ്ടി മുസല്ലയിലെ നിസ്കാരക്കുപ്പായമിട്ട് നമസ്കാരത്തിന്റെ മുസല്ലയിൽ ഇരിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം ഈ 3 കാര്യം. 1, ഇന്ന് ഞാൻ കഴിച്ചത് ഹലാലാണോ, നീ ചോദിച്ചിട്ട് കാര്യമില്ല. 2, ധൃതി വേണ്ട, അല്ലാഹുവേ നീ എനിക്ക് താ പടച്ചോനെ. 3 വട്ടം ചോദിക്കണം, നീ താ പടച്ചവനെ, നീ താ പടച്ചവനെ. 3 വട്ടം ചോദിക്കും, പക്ഷേ ധൃതി വെക്കരുത്. ചോദിച്ചിട്ട് തന്നില്ലല്ലോ ഈ ഒരു ചിന്ത പാടില്ല. അതുപോലെ ഒരിക്കലും നമ്മൾ അവനോട് നീ പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട, ഈ ഒരു സ്ഥിതി നമുക്ക് പാടില്ല. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ഇഷ്ടമാ സഹോദരങ്ങളെ, നമ്മളെ ചോദിക്കുന്നത് അവന് വലിയ ഇഷ്ടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പറ്റി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് സൂറത്ത് ഹൂദ് എടുത്ത് പരിശോധിച്ചാൽ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇബ്രാഹിം നബിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ഇബ്രാഹിം നബിയെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. പക്ഷേ ഈ ആയത്തിൽ അല്ലാഹു പറയുന്ന 3 വിശേഷണങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. ഇബ്രാഹിം നബിയെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇന്ന ഇബ്രാഹീമ ലഹലീം അവ്വാഹും മുനീബ്. ഇന്ന ഇബ്രാഹിം നബി ഉണ്ടല്ലോ, മനുഷ്യനാഗരികരുടെ പ്രഭിതാമകനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം, അല്ലാഹു വേണ്ടിട്ട് തന്റെ പൊന്നുമോനെ കൊടുക്കാൻ തയ്യാറായ അല്ലാഹു നമുക്ക് നമ്മളോട് ഇമാമാകാൻ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനോട് പോലും പറഞ്ഞത് മില്ലത്തി ഇബ്രാഹിമിനെ പിൻപറ്റാനാ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ചര്യകളുടെയും മാർഗങ്ങളുടെയും തലവനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പരിചയപ്പെടുത്തുന്ന ഹലീം, സഹനശീലനാണ്, അനുകമ്പയുള്ളവനാണ്, മുനീബ്, പശ്ചാത്തപിക്കാനുള്ള മനസ്സുള്ളവനാണ്. ഇതിൽ എന്റെ സഹോദരങ്ങളെ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ അവ്വാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ? കസീറു ദുആ,
കൂടുതൽ ദുആ ചെയ്തിട്ടുള്ള പ്രവാചകനാരാ? ഇബ്രാഹിം നബിയുടെ ചരിത്രമെടുത്തെന്ന് പരിശോധിച്ചു നോക്കെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ A to Z നമ്മളൊന്ന് പരിശോധിച്ചാൽ മുഴുവനും ദുആയാണ്. ഇബ്രാഹിം നബി മുഴുവനും ദുആയായിരുന്നു. ആദ്യമായി തന്നെ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്ന നാട്ടില് വിഗ്രഹാരാധകരായിരുന്ന, വിഗ്രഹത്തിന്റെ നിർമ്മാതാക്കളായിരുന്ന, വിഗ്രഹത്തിന്റെ കച്ചവടക്കാരായിരുന്ന ഒരു സമൂഹത്തിന്റെ നടുവില് അള്ളാന്റെ പ്രവാചകൻ ഇബ്രാഹിം നബി ജനിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ പിതാവ് അല്ലെങ്കിൽ പിതൃവ്യൻ അല്ലെങ്കിൽ പിതാമകൻ ആരും ആകട്ടെ, ഈ ആസർ എന്ന് പറയുന്ന വ്യക്തി, ഈ ആസർ എന്ന് പറയുന്ന വലിയെന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ വലിയല്ല, മറിച്ച് ഇബ്രാഹിം നബിയുടെ സംരക്ഷണ ചുമതലയുള്ള ഈ ആസർ എന്ന് പറയുന്ന വ്യക്തി, ആസർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ആദ്യമായി ഇബ്രാഹിം നബി പറഞ്ഞതെന്താണ്? വഗ്ഫിരി ലി അബീ ഇന്നഹു കാന മിനദ്ദാല്ലീൻ. പടച്ചവനെ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, അല്ലെങ്കിൽ കൊച്ചാപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ ആരായാലും അറബികൾ അല്ലെങ്കിൽ ഖുർആൻ അബ് എന്നാണ് പറയുന്നത്. ഏതായാലും ആസറിന് പുറത്തു കൊടുക്കണേ അല്ലാ. കാരണം എന്തെന്നറിയോ? ഇന്നഹു കാന മിനദ്ദാല്ലീൻ. അയാൾ പിഴച്ചു പോയിരിക്കുകയാണ്. നബിയാവുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി പ്രാർത്ഥന. ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഹൂദ്, ഖസസ്, അംബിയ, ഇബ്രാഹിം, ഈ സൂറ ഇബ്രാഹിം നബിയുടെ ദുആകൾ ഇങ്ങനെ കാണാം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു അവ്വാഹുൻ ഐ കസീറു ദുആ, ധാരാളം ദുആ ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയെ പുകഴ്ത്തി പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വാപ്പാക്ക് വേണ്ടി മാത്രമാണ് ദുആ ചെയ്യുന്നത്. കല്യാണം കഴിച്ചപ്പോ എന്താ ദുആ ചെയ്യുന്നത്? ആദ്യം വാപ്പാക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അല്ലാഹു പുറത്തു കൊടുക്കണ വിവരമില്ല, എന്ത് ചെയ്യാനാ? രണ്ടാമത് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. പടച്ചവനെ സാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്. എപ്പോഴാ ദുആ ചെയ്യുന്നത്? മകനെ സാലിഹാക്കണം, മകളെ സാലിഹാക്കണമെന്ന് മക്കളെ കഞ്ചാവ് അടിമപ്പെടുമ്പോ പറഞ്ഞാ പോരാ, ദ്വാരെന്നാ പോരാ. പിന്നെ എപ്പോഴും വേണം? ഭാര്യയുടെ ഗർഭാശയത്തില് നിന്റെ രക്തത്തിന്റെ ഭാഗം അവിടെ നിക്ഷേപിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഗർഭവതി ആകുമ്പോ, പ്രസവത്തിന് മുമ്പ്, അല്ലെങ്കിൽ പ്രസവിച്ച ഉടനെ നീ ദ്വാരക്കണം. അല്ലാതെ മക്കള് പഴച്ചു പോയിട്ട് പിടിച്ചോണ്ട് വന്ന് നൂലോതി കെട്ടുന്ന നടക്കൂല. വടത്തി കെട്ടിയാൽ പോലും ഓടും, പിന്നെ നൂലില്.